നമസ്കാരം. ചില ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കും അങ്ങ് പാരഡി പാടാന്നേ. അതായത് ഈ സ്വർണം കട്ടത് ആർക്ക് വേണ്ടിയപ്പാ, അത് ഗാന്ധി കുടുംബത്തിന് വേണ്ടിയാണപ്പാ. ദേ ഈ കാണുന്ന ചിത്രങ്ങൾ എല്ലാ സത്യങ്ങളും തുറന്നു കാണുന്നുണ്ടപ്പാ. കണ്ടില്ലേ? ആർക്ക് വേണ്ടിയാണ് ഈ സ്വർണം കട്ടത് എന്നതിൻ്റെ ഉത്തരമാണ് ഈ കാണുന്നത്. ഈ അന്വേഷണ സംഘം SIT ചെയ്യേണ്ട ഒരു കാര്യം, സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വർണം കൈയോടെ പിടിച്ചെടുക്കാൻ പറ്റും. കാര്യം ഈ അടുത്ത ദിവസം ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സതീശൻ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ്സുകൾ വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമുണ്ട്. എല്ലാം ആധികാരികമായി അറിയാമെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞത്. കാര്യം ഈ സ്വർണം കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് ഉന്നതർക്ക് വേണ്ടിയാണ്, ഇതിന്റെ മൂല്യം മനസ്സിലാക്കിയാണ് ഇത് വാങ്ങിയിട്ടുള്ളതെന്നാണ് സതീശന്റെ ആരോപണം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ സോണിയാഗാന്ധിയുമായിട്ടും പ്രയാർ ഗോപാലകൃഷ്ണനായിട്ടും ഇയാളെ അവിടെ നിയമിച്ച VS ശിവകുമാർ എല്ലാം കൂടി ചേർന്ന് സോണിയാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന് ഈ സ്വർണത്തോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ സ്വർണം എടുത്തുകൊണ്ട് പോയതെന്ന് സംശയിച്ചാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുകയാണ്. കോൺഗ്രസ് സർക്കാർ വഴി നേരെ ഇത് എത്തിയിട്ടുള്ളത്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നേരെ ആ സഞ്ചിയിൽ തൂക്കി കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ പക്കലാണെന്ന് ഈ നാട് സംശയിച്ചാൽ ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? ദൃശ്യങ്ങൾ നിങ്ങൾ നോക്കിയേ. കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു, വലിയ സഞ്ചി കൊടുക്കുന്നു, അടൂർ പ്രകാശിന് ഒരു കീസ് കൊടുക്കുന്നു. ഇതിലെല്ലാത്തിലും സ്വർണം തന്നെയാണ്. അയ്യപ്പന്റെ ആ സ്വർണം അടിച്ചുകൊണ്ട് പോയി ഉരുക്കിയെടുത്തതിന് ശേഷം കോൺഗ്രസ് നേതാക്കന്മാർക്ക് അത് പങ്കുവെച്ച് വിതരണം ചെയ്തു എന്ന് വളരെയധികം സംശയിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സോണിയാഗാന്ധിയുടെ അടുത്തെത്തിയത്? സോണിയാഗാന്ധിയും കേരളവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ കോൺഗ്രസിന്റെ ഡൽഹിയിലുള്ള നേതാവാണ്. ആ ഡൽഹിയിലുള്ള നേതാവിൻ്റെ അടുത്തേക്ക് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത്? സ്വാഭാവികമായിട്ടും അയ്യപ്പന്റെ സ്വർണത്തെ എങ്ങനെയോ കണ്ടറിഞ്ഞു, അല്ലെങ്കിൽ ആ വിഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗാന്ധി കുടുംബത്തിലുള്ളവർ വല്ലാതെ ആഗ്രഹിച്ചു. ആ ആഗ്രഹിച്ച കാര്യം സതീശനെ അറിയിക്കുകയാണ്. സതീശന് ബന്ധമുള്ള, സതീശന്റെ സ്റ്റാഫിലുള്ള, നേരത്തെ ദേവസ്വം ബോർഡ് ജീവനക്കാരനായിട്ടുള്ള വ്യക്തിയോട് സതീശൻ ഈ കാര്യം പറയുകയാണ്. ആ വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സതീശനിലേക്ക് എത്തിക്കുന്നത്. ആ സതീശൻ നേരെ ഇയാളുമായിട്ട് എവിടെ പോകും? ഗാന്ധി കുടുംബത്തിനൊപ്പം ചെല്ലുകയാണ്. ഡൽഹിയിലെ ഹൗസിൽ ചെന്നതിന് ശേഷം സോണിയാഗാന്ധിയുമായിട്ട് ഗൂഢാലോചന നടത്തി, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം സ്വർണം കട്ട് നേരെ ഇവരെല്ലാം കൂടി ചേർന്ന് ഗാന്ധി കുടുംബത്തിൽ കൊണ്ടുചെന്ന് വച്ചിരിക്കുന്നു എന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ നാട്ടിലുള്ള ജനങ്ങൾ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വലിയ സഞ്ചിയിൽ കൊണ്ടുവന്ന് കൊടുത്തത് എന്നതിനെ സംബന്ധിച്ച് ആ ദൃശ്യം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാൻ സോണിയാഗാന്ധിയും, ഒപ്പം തന്നെ എന്താണ് അടൂർ പ്രകാശിന് വലിയ ചുടുകല്ല് വലിപ്പത്തിലുള്ള ഈ ഒരു സമ്മാനം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന് കൊടുത്തത്? ഇവർ തമ്മിൽ ഒരേ മണ്ഡലത്തിൽ താമസിക്കുന്നവരാണ്, ആത്മബന്ധമുള്ളവരാണ്. ഇവരിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാത്ത ഭാവത്തിൽ ഇമാതിരിയുള്ള ഉടായ്പകൾ നടത്തുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ, ഇത് കട്ടോണ്ട് പോയതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമാണ് ചരട് വലിച്ചിരിക്കുന്നത്. ഈ തന്ത്രിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വന്തം ആൾക്കാരാരെന്ന് ചോദിച്ചാൽ ഈ ഒപ്പിട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ തലയിൽ വയ്ക്കാൻ പരിശ്രമിക്കുന്നതിനപ്പുറം ഭക്തന്മാരെന്നുള്ള നിലയ്ക്ക് ഇവരുടെ കാലിൽ വീണുകൊണ്ട് കിടന്നത്, അല്ലെങ്കിൽ ഇവരുമായിട്ട് നിരന്തരം ശബരിമലയിൽ ചെന്നതിന് ശേഷം ഇവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് പൂജാതി കർമ്മങ്ങൾ നടത്തിയിരുന്നത് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണ്. അങ്ങനെ ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ പോലും പലപ്പോഴും മാങ്ങാണ്ടി ഉൾപ്പെടെയുള്ളവർ ബംഗളൂരിൽ ചെല്ലുമ്പോൾ കാണാൻ പോയിട്ടില്ല എന്ന് നമുക്കെങ്ങനെ പറയാൻ കഴിയും? ആ നിലയ്ക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തിപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ വെച്ചിട്ട് പറയേണ്ടി വരുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ: സ്വർണം കട്ടത് ആർക്ക് വേണ്ടിയപ്പാ, അത് ഗാന്ധി കുടുംബത്തിന് വേണ്ടിയാണപ്പാ. സോണിയാഗാന്ധി പിടിച്ചൊന്ന് കുടഞ്ഞാൽ സത്യങ്ങളെല്ലാം പുറത്തു വരുമപ്പാ. ഒരു സംശയവും വേണ്ട. സോണിയാഗാന്ധിക്ക് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന് കൊടുത്തത് എന്നതിനെ സംബന്ധിച്ച് ഈ നാട് സംശയിക്കുകയാണ്. അത് വാങ്ങിയെടുത്തത് സോണിയാഗാന്ധി തന്നെയാണ് അപ്പ എന്ന് ഈ നാടിന് പറയേണ്ടി വരുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സോണിയാഗാന്ധിക്ക് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമെന്നുള്ള കാര്യവും, ഈ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയതിനു ശേഷം എങ്ങനെയാണ് ഗാന്ധി കുടുംബത്തിൽ വലിയ ഈ കിറ്റുമായിട്ട് ചെന്നത് എന്താണെന്ന് ഈ നാടിന് അറിയേണ്ടതുണ്ട്. അത് സ്വർണം തന്നെയാണ്. അതുകൊണ്ട് SIT ഗാന്ധി കുടുംബത്തിനകത്തെത്തിയ ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്ന് വളരെ കൃത്യമായി പറയുകയാണ്.